നമുക്കറിയാം, ഈ നീണ്ടൂരിൻ്റെ മണ്ണിൽ ഈ മീറ്റിംഗ് ഇവിടെ വളരെ ഭംഗിയായി അറേഞ്ച് ചെയ്യുകയും ജ്ഞാനായ സമുദായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ശക്തിയായി തൻ്റെ നേതൃത്വ പാഠവും കൊണ്ട് കാര്യങ്ങൾ പഠിച്ച് പറയുന്ന ജ്ഞാനായ സമുദായ സംരക്ഷണ സമിതിയുടെ നീണ്ടൂരത്തെ പ്രസിഡന്റ് ജോർജ് ഏട്ടനെ രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ പ്രത്യേക നന്ദി, നമസ്കാരം. ഇവിടെ ഒന്നാമത് എനിക്ക് പറയാൻ ഇവിടെ സമയം ഇല്ലായിരുന്നു, പലരും ഇവിടെ സംസാരിക്കാനുണ്ട്. പക്ഷേ ഇതെല്ലാം നമുക്ക് എനിക്ക് 2 മിനിറ്റ് തന്നതാണ്. അതുകൊണ്ട് ഞാനൊരു ചുരുക്കി 1-2 വാക്ക് പറഞ്ഞോട്ടെ. ഇവിടെ നമ്മൾ സഭയ്ക്കെതിരായിട്ടോ അല്ലെ സമുദായത്തിനെതിരായിട്ടോ അല്ലെ വൈദികർക്കെതിരായിട്ടോ അല്ല നമ്മൾ മൂവ് ചെയ്യുന്നത്. നമ്മൾ കുന്നശ്ശേരി പിതാവിൻ്റെ കാലം വരെ ഈ എൻഡോഗംസ് എന്താണെന്നോ അല്ലെങ്കിൽ സ്വവംശവിവാഹം എന്താണെന്നോ ഇങ്ങനെ യാതൊരു കാര്യങ്ങളും നമ്മൾക്ക് ആർക്കും അറിയേണ്ട കാര്യമില്ലായിരുന്നു, അറിഞ്ഞിട്ടുമില്ലായിരുന്നു. നമ്മൾക്ക് ഇതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നത് മൂലക്കാട്ട് മെത്രാനാണ്. ഇങ്ങേര് കണക്ക് പറയുകയാണെങ്കിൽ മൂലക്കാട്ട് മെത്രാൻ തന്നെയല്ല, ഇതിന് മുൻപന്തിയിൽ നിൽക്കുന്ന ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ടത്തിനാണ്. ഒരു ചുരുങ്ങിയൊരു കാര്യം ഞാൻ പറയാം. ഈ കഴിഞ്ഞ 2023 മാർച്ചിൽ ബാങ്കോക്കിൽ ഒരു കത്തോലിക്ക കോൺഗ്രസിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ ഇവിടുന്ന് പല വൈദികരും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. ആ കൂടെ നമ്മുടെ 2 MLA-മാരുണ്ടായിരുന്നു. അതിലൊരു MLA ആയിട്ട് യാദൃശ്യമായിട്ട് ഞങ്ങളൊരു ഫംഗ്ഷന് കൂടിയതാണ്. അന്നേരം പുള്ളി പറയുമായിരുന്നു, അവിടെ ഒരു ഫിലിം ഷോ ഉണ്ടായിരുന്നു. ഒരു ഉഗാണ്ടക്കാരനൊരുത്തൻ ഒരു ഫിലിം ഷോ അവിടെ നടത്തി നമ്മുടെ പുരാവസ്തുക്കളുടെ കാര്യത്തെക്കുറിച്ച്. അതിനകത്ത് നമ്മുടെ കടുത്തിരുത്തി വെല്ലുവള്ളി, ചെറിയ പള്ളിമുറി, ഇതെല്ലാം അതിനകത്ത് നന്നായിട്ടത് കാണിച്ചു. അപ്പം ഈ MLA എന്നോട് പറയുന്നത് എത്ര മനോഹരമായൊരു പള്ളിമുറിയായിരുന്നു അത് മുഴുവൻ പൊളിച്ച് കളഞ്ഞു. ഇതാരാ കളഞ്ഞെന്നറിയാമോ? മൈക്കിൾ വെട്ടിക്കാട്ടച്ചൻ. എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെയുള്ള ഇടവികാരിയോട് പറഞ്ഞു ഇത്. അപ്പോൾ ആ വികാരി അതിന് സമ്മതിക്കാതെ വേറൊരു വികാരി അവിടെ ആക്കിയിട്ട് കുറേ അടിമ വിശ്വാസങ്ങൾ സംഘടിപ്പിച്ച് ഒരു മീറ്റിംഗ് അവിടെ സംഘടിപ്പിച്ച് ഇതെല്ലാം ഇതാക്കുക. എന്ത് കാര്യം പറഞ്ഞ് അവിടെ ഒരു മ്യൂസിയം പണിയാനാണ് എന്തും പറഞ്ഞുകൊണ്ട് അത് പൊളിപ്പിച്ചു. അത് കഴിഞ്ഞിട്ടുള്ളതാണ് അത്. അവസാനം അവിടെ മ്യൂസിയം പണിതോ അതും ചെയ്തിട്ടില്ല. ഇവരൊരു കുറച്ച് ഭാഗം പൊളിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഇതെന്തുകൊണ്ട് നിങ്ങൾ പൊളിക്കുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ സൈഡ് ചേർത്ത് മ്യൂസിയം പണിയാനാണ്. അത് കുറച്ച് പൊളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് മൊത്തം ബലക്ഷയാണ്, ഇത് കളയാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് അത് മൊത്തം പൊളിച്ചു കളഞ്ഞു. അപ്പം നമ്മുടെ അടിത്തറ ഇവർ മാന്തി കളയാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. രണ്ടാമത്തേത് കടുത്തിരുത്തി പള്ളി എപ്പിസ്കോപ്പൽ ചർച്ചയാക്കാം എന്ന് പറഞ്ഞ് ആരോടും ചോദിക്കാതെ മൂലക്കാട്ട് മെത്രാനും ആലഞ്ചേരി പിതാവും ഇവിടെ കൂടിക്കൊണ്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കി. അതിന് മുന്നേ ചാടിയാനാണ് ഈ ഷിബിയൊക്കെ കൂടെ കൂടിയാണ് അതിന് കേസിന് പോയത്. പക്ഷേ അന്ന് KSSRക്ക് ഒരേ ഒരു ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ, ആലഞ്ചേരി പിതാവും മൂലക്കാട്ട് മെത്രാനും തമ്മിലുള്ള എഗ്രിമെൻ്റ് എന്നാണെന്ന് ഇവർ പറയുകയില്ലായിരുന്നു. ഇവർ കേസ് പല പ്രാവശ്യം മാറ്റിവെച്ചു. അതിൻ്റെ എല്ലാ വിഷയങ്ങളും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവർക്ക് മനസ്സിലായി ഇത് നടക്കുകയില്ല എന്നുള്ളത്. ആയതിലാണ് അവരതിൽ നിന്ന് പിന്മാറിയത്. ഇങ്ങനെ ഓരോ തരത്തിലുള്ള ഇപ്പം നമ്മുടെ ജന്മസംഗ്രഹം 2009 ഇങ്ങേര് തിരുത്തി എഴുതി. വീണ്ടും ഇങ്ങേര് 2012 ഇവിടെ ചൈതന്യ വെച്ചൊരു മീറ്റിംഗ് കൂടെ, ഞാനും അവിടെ ഉണ്ടായിരുന്നു. അങ്ങേര് അവിടെ ഒന്ന് പറഞ്ഞു എന്ത് സ്വവംശ വിവാഹം. ഇങ്ങേര് ഈ മൂലക്കാട്ട് മാത്രമാണ് അവിടെ പറഞ്ഞതാണ് എന്ത് സ്വവംശ വിവാഹം എന്നും പറഞ്ഞ് ഇങ്ങനെ അവിടെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ആൾക്കാർ വിളിച്ച് തെറി പറഞ്ഞ് ഞാനടക്കം കുത്തുകൊണ്ടതാണ് ഇങ്ങനെ രക്ഷപ്പെടുത്തി വണ്ടിയെ കയറ്റി വിട്ടത്. അതും കഴിഞ്ഞിട്ട് വീണ്ടും ട്രൈപാർട്ടി എഗ്രിമെൻ്റ് ഇതെല്ലാം ബേസാർ പറഞ്ഞു. ഇതുകൂടാതെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, നമ്മക്കെട്ട് വെക്കുന്ന വലിയൊരു പാര, അതായത് ഇങ്ങനെ ശരിക്കും ഇതിൻ്റെ അടവ് പഠിച്ച് ഇതിനു വേണ്ടിയിട്ട് തന്നെ സീറോ മലബാർ സഭ ഈ മൂലക്കാട്ട് മെത്രാനെ കോട്ടയം രൂപതയിലേക്ക് വിട്ടിരിക്കുന്നതാണ് ഈ സമുദായം നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഞാനൊരു ചെറിയ ഭാഗം ഞാൻ പറയാം. ഇത് KCC റിക്വസ്റ്റ് ടു റോം, അതായത് നമ്മുടെ ഒപ്പുശേഖരണം ഇവിടെ വന്നല്ലോ, അതിനകത്ത് കൊടുത്തിരിക്കുന്ന മാറ്റം ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. പക്ഷേ ഇതിനകത്ത് നമ്മളെ തകർക്കുന്ന ഭാഗമാണിത്. ഞങ്ങൾ ക്നാനായക്കാർ കത്തോലിക്ക സഭയോടും സീറോ മലബാർ സഭയോടും അങ്ങേയറ്റം കൂറും വിശ്വസ്തതയും പുലർത്തി വരുന്നു. ആ ഭാഗം മനസ്സിലായല്ലോ. ഞങ്ങൾ ക്നാനായക്കാർ ഇത് ഏതായാലും ഇവർ നിവേദനം മാർപ്പാപ്പാടെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ
പോളണ്ടുകാരൻ, അങ്ങനെ പോളിഷ് ഭാഷയും ഇറ്റാലിയൻ ഭാഷയും ഈ രണ്ട് ഭാഷയും പറയും. അങ്ങനെ മലയാളം അറിയത്തില്ല. ഈ ഭാഷ ഇറ്റാലിയൻ ഭാഷയെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഇത് മാർപ്പാപ്പായുടെ അടുത്ത് ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞെന്നാൽ ഇതിനകത്ത് ഈ പറയുന്ന നോയി ഡിയോച്ചസി ഇത് ജ്ഞാനായ കമ്മ്യൂണിറ്റ നോയി സേംബ്ര ക്രെതീരെ സീറോ മലബരേറ്റ, ഞങ്ങൾ സീറോ മലബാർ സഭയിൽ അങ്ങേയറ്റം വിശ്വസിക്കുന്നു. നോയി സേംബ്ര അന്താരക്കും സീറോ മലബരേറ്റ, ഞങ്ങൾ അവരുടെ കൂടെ തന്നെ അവരെ പിന്തുടരുന്നു. നോയി അക്കോർദോക്കും ലോറോ, ഇത് മാർപ്പാപ്പായുടെ അടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ചൊല്ലുന്ന നോയി അക്കോർദോക്കും ലോറോ, അവരുടെ വചനങ്ങളാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്. ഒന്ന്. രണ്ടാമത്, അതിലും അപകടമായൊരു കാര്യമാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ പുറത്തുനിന്ന് സഭ നൽകിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളെയും ആനുകൂല്യങ്ങളെയും നന്ദിയോടെ സ്മരിക്കുന്നു. ഈ സഭ എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പായ്ക്ക് മനസ്സിലാകുന്ന ഏതാ? സീറോ മലബാരീസ്. ഈ സഭ എന്ന് പറയുന്നത് സഭ നൽകിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളെയും ആനുകൂല്യങ്ങളെയും നന്ദിയോടെ സ്മരിക്കുന്നു. നോയ് സേംബ്ര അക്കോർദക്കും ലോറോ കൊലക്ക ഉദാത്തോ നോയി സേംബ്ര സലൂട്ടാരെ കോയ്സോ നോയ് സേംബ്ര അണ്ടാരെ അവാന്തിക്കും ലോറോ. ഇത് കേട്ട് കഴിയുമ്പോൾ ഈ സെൻറ്റൻസ് അവിടെ ചെന്ന് കഴിയുമ്പം മാർപ്പാപ്പ പറയും എല്ലാവരും കോയ്സോദിക്കുക. ഇത് എഴുതിയിരിക്കുന്ന ആരാ? അവസാനം മാർപ്പാപ്പ ചോദിക്കും കീയെ സ്ക്രീത്തോ കോയ്സോദിക്കുക, ഇത് ആരാണ് എഴുതിയിരിക്കുന്നത്? ഇതിൻ്റെ പുറകെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു വാക്ക്, ഞങ്ങൾ ജ്ഞാനായക്കാർ എവിടെയായിരുന്നാലും അവരുടെ മേൽ അജപാലനാധികാരം ഞങ്ങളുടെ മെത്രാപ്പോലീത്തായ്ക്ക് നൽകുന്നതിന് അങ്ങേക്കുള്ള സവിശേഷമായ അധികാരം വിനിയോഗിച്ച് അനുവദിച്ച് നൽകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇത് ഇറ്റാലിയൻ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിയുമ്പം നോയ് ഇന്ത്യാന ക്രാനായ കത്തോലിക്ക കോസ്റ്റോ റിലീജിയോണ് വിവരേക്കും തൂത്തിലാമോന്തോ, ലോകമെമ്പാടും നോസ്ട്രോ വെസ്കോവ ബിസോണിയെ റെസ്പോൺസാബിലെ പെർക്കൊല ജെൻഡ് തൂത്തിലാമോന്തോ. അപ്പോൾ ഈ മാർപ്പാപ്പ ഇത് വായിച്ച്, അതായത് ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ ക്രാനായക്കാർക്ക് ഞങ്ങളുടെ പിതാവിൻ്റെ പേരിൽ ഒരു പിതാവിന് അജപാലന അധികാരം കൊടുക്കണം. അപ്പം മാർപ്പാപ്പ കണ്ടിനും ചോദിക്കും കീയെ സ്ക്രീത്തോ കോയ്സോ, ഇത് ആരെഴുതിയത്? എല്ലാവരും ലോറോ വീവരേക്കും സീറോ മലബാരേസ, അവർ സീറോ മലബാർ സഭയുമായിട്ട് ഒന്നിച്ചാണ് അവർ ജീവിക്കുന്നത്. നോയ് സേംബ്ര അക്കോർദക്കും ലോറോ നോയ് സലൂത്താരക്കും ലോറോ നോയ് സേംബ്ര അന്താരെ അവാന്തിക്കും ലോറോ, ഞങ്ങളുടെ എല്ലാ സീറോ മലബാറാണ്. പിന്നെ ഇവർക്ക് എന്തിനാണ് ഇവിടെ ഈ പിതാവിൻ്റെയും കൂടി കൂട്ടത്തിൽ നിന്ന് ഈ പിതാവിൻ്റെ സപ്പോർട്ടോട് കൂടിയാണല്ലോ സീറോ മലബാർ സഭയുടെ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് അതിനകത്ത് വരുന്നത്. ലാസ്റ്റ് പറയുന്നതിനകത്ത് ഇവർ പറയും എല്ലോറാ വെസ്കോവനോസ്ക്രീത്തനിയന്ത്, അതായത് നമ്മുടെ ഈ സഭാധ്യക്ഷൻ ഇതിനാൽ യാതൊന്നതിനകത്ത് സഭാധ്യക്ഷൻ്റെ പേര് പോലുമില്ല. ലോസോച്ച ബിസോനെ അഭ്യാമാത്രേ വെസ്കോവോ, 3 മെത്രാന്മാർ ഇവിടെ ഉണ്ട്. പ്രത്യേകോറോനോസ്ക്രീത്ത ബിസോണിയെ കൊയ്സക്കുസി, ഞങ്ങൾക്ക് ഇങ്ങനെ ആവശ്യമുണ്ടെന്നുള്ളത് ഈ 3 മെത്രാന്മാർ എന്തുകൊണ്ട് എഴുതുന്നില്ല? എല്ലാവരും അപ്പോ തവിയ കൊയ്സോ എടുത്ത് ദൂരെ കളയാൻ പറയും. ഇത് മാത്രമേ തരുള്ളൂ. അതുകൊണ്ട് ഈ പേപ്പർ കൊണ്ട് ഇവിടെ കോടതിയെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് അവർ പറയുന്നുണ്ട് ഞങ്ങൾ സീറോ മലബാർ സഭയായിട്ട് എല്ലാവരും വിളിച്ചു പോകുന്നു, അവർ പറയുന്നില്ല ഞങ്ങൾ അനുസരിക്കുന്നു, അവരാണ് ഞങ്ങളുടെ എല്ലാം എന്ന് ഈ പേപ്പർ വ്യക്തമായിട്ടുണ്ട്. ഇത് നമ്മളെ കുത്തിക്കുളം തോണ്ടിക്കാണ്. അതിനാണ് ഇവർ ഒപ്പ് ശേഖരണം കൊണ്ട് നടക്കുന്നത്. ഈ ഒപ്പ് ശേഖരണം ഈ പേപ്പർ വത്തിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പടി ഇതിനാലെ തീർന്നു. കാരണം ഇവർ ഇതിനകത്ത് വ്യക്തമായിട്ടുണ്ട്. കാരണം ഇത് ഇറ്റാലിയൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർപ്പാപ്പായ്ക്ക് പരിപൂർണ വിശ്വാസം വരും. ഇത് സീറോ മലബാർ സഭയായിട്ട് ഇവർ സഹകരിച്ചു പോകുന്നു, ഇവരുടെ മെത്രാൻ അവരുമായിട്ട് സഹകരിച്ചു പോകുന്നു. അപ്പം ഈ സൈൻ ചെയ്തിരുന്നത് എവിടുത്തെ ജനങ്ങളാണ്. കണ്ടോ നമ്മളെ ഏത് കൂത്തിലാണ് കൊണ്ട് ചാടിക്കുന്നത്. അതുകൊണ്ട് ഈ പേപ്പറിൽ
ഒരു കാരണവശാലും ആരും ഒപ്പിട്ട് കൊടുക്കരുത്. ഇത് അവിടെ ചെന്നാലും നമുക്ക് നാശം, ഇവിടെ നിന്നാലും നാശം. ഇത് കോടതിയിൽ കിട്ടിയാൽ മതി. കോടതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാനുള്ളത്? നമ്മുടെ സഭ, നമ്മളെ നശിപ്പിക്കുന്ന ആരാ? നമ്മുടെ സഭാധ്യക്ഷൻ. നമ്മളെ നശിപ്പിക്കുന്ന കൂടെ നമ്മുടെ സഭാധ്യക്ഷൻ. നമ്മുടെ സമുദായം നന്നാകണമെങ്കിൽ ഫാദർ മൈക്കൽ വെട്ടിക്കാട്ടച്ചനെ ഈ അരമനയിൽ നിന്നും ഇറക്കി ഏതെങ്കിലും ഇടവപ്പള്ളി വികാരിയായിട്ടും ആക്കണം. ഒന്നാമത്തെ കാര്യം, ഒരു BSc കഴിഞ്ഞ് അല്ലെങ്കിൽ MSc കഴിഞ്ഞു ഒരാൾക്ക് അധ്യാപന യോഗ്യത വന്നു കഴിഞ്ഞാൽ അവനെ നേരെ പിടിച്ച് ഹെഡ് മാസ്റ്ററാക്കി കഴിഞ്ഞാൽ ആ സ്കൂളും നശിക്കും, ആ പിള്ളേരും നശിക്കും, ആ കുഞ്ഞുങ്ങളും നശിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ആ സ്ഥാനത്ത് അവനെ ഒരു അധ്യാപകനായിട്ട് അവിടെ ആക്കി കഴിഞ്ഞാൽ സ്കൂൾ എന്താണ്, പിള്ളേരെന്താണ്, ടീച്ചേഴ്സ് എന്താണ്, പേരൻസ് എന്താണ്, ഇത് മനസ്സിലാക്കി അവൻ ജീവിക്കുക. അതിന് 10-15 വർഷം കഴിയുമ്പം അവൻ അധ്യാപകനാവും, ഹെഡ് മാസ്റ്ററാവും. ആ പ്രസ്ഥാനം ചൊവ്വിന് പോകും. അതുപോലെ തന്നെ ഒരു വൈദികൻ അങ്ങേര് പുത്തൻ കുർബാന കഴിഞ്ഞാൽ ഉടനെ ഒരു ഇടവപ്പള്ളി കൊണ്ട് ഇടവികാരിയായിട്ട് ഇരുത്തിയല്ല, അസിസ്റ്റൻറ്റ് വികാരിയായിട്ട് അവരെത്തി 2-3 വർഷം ഇരുന്ന് കഴിഞ്ഞിട്ട് അവർ ജനങ്ങളെ മനസ്സിലാക്കും, പൊതുയോഗം എന്താണെന്ന് മനസ്സിലാക്കും, ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാക്കും, ഇടവക എന്താണെന്ന് മനസ്സിലാക്കും. ഇത് ഫാദർ മൈക്കൽ വെട്ടിക്കാടൻ ഈ കുർബാന വൈദിക വട്ടം സ്വീകരിച്ചു കഴിഞ്ഞു 14 വർഷം ചൈതന്യയിലിരുന്ന SP ആയിട്ട് ഒന്നിച്ചിട്ട് ജീവിച്ചതാണ്. അങ്ങേരെ അവിടെ കുതന്ത്രങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. SP ആയിട്ടിരുന്ന കാലത്ത് ഈ 14 വർഷം അവിടെ ഇരുന്നിട്ട് എന്താ ചെയ്തിങ്ങനെ കുറേ രാഷ്ട്രീയക്കാരുമായിട്ട് വിവാഹം കിട്ടി, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർക്ക് ടീമുകളായിട്ട് കിട്ടി. അത് കഴിഞ്ഞ് അങ്ങേര് നേരെ അരമനയെ കയറി വികാരി ജനറലായി. ഇപ്പം മൂലക്കാട്ട് പിതാവിനേക്കാളും ഏറ്റവും വലിയ വിഷമായിട്ട് നിൽക്കുന്ന ഫാദർ മൈക്കൽ വെട്ടിക്കാട്ടത്തിനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവിടെ നിന്നും ഇതിന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ സഭയെ, സമുദായത്തെ, നമ്മുടെ വൈദികരെ, കന്യാസ്ത്രീകളെ ആരെയും നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷേ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുക. അല്ല ഇത് ഇത്രയും പ്രായ ബേബി സാറ്, ഈ അവറാഞ്ചാട്ടിൻ്റെ തുടക്കം, പ്രാൽ സാറ്, ഇവർക്കൊക്കെ ഇത് ബേബി സാറിന് 80-82 വയസ്സാമറ്റായി. എന്തിന് ഇവരിന്ന് ഇതിന് മുന്നോട്ട് പോകുന്നു? ഈ സമുദായം വീണ്ടും നിലനിൽക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതോടുകൂടി സഹകരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. സമയം പോയി, അതുകൊണ്ട് ഞാൻ തൽക്കാലം നിൽക്കുന്നു.